ഒരു മനുഷ്യനോടൊന്നും പറയരുതെന്ന് വിനീത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യനോടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ സെറ്റ് ചെയ്തേക്കുന്ന യോട്ടിലാണ്. പിന്നെ റൈറ്റർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഷാനേ പറഞ്ഞു ഷാനേ അന്ന് ചെറിയ കൂവലൊക്കെ കിട്ടി. ചെറുതൊന്നുമല്ല, സംഗീത സംഗീതായകൻ. പുതിയ കോൺസെർട്ട് ഒക്കെ നടത്താൻ പോവാണ്. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ സെറ്റ് ചെയ്തേക്കുന്ന യോട്ടിലാണ്. ദുബായ് മറീനയിലെ യോട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണല്ലോ. ഷാനക്ക് എങ്ങനെ പോകുന്നു ജീവിതം? അടിപൊളിയായിട്ട് പോണു. ഇങ്ങനെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ ഷോയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ, ഷോയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു എത്രയായാലും നമ്മുടെ ആദ്യത്തെ ഷോ എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു നെർവസ്നെസ് ഉണ്ട്. അത് മാത്രം. ഇതാണ് നമ്മുടെ യോട്ട്. അടിപൊളി, നൈസ്. ഷാനക്ക് ആക്ടിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? ആക്ടിങ് ഇതിപ്പോൾ അവസാനം വർഷങ്ങൾക്ക് ശേഷത്തിൽ എത്തിയിട്ട് ഇങ്ങനെ നിപ്പുണ്ട്. അത് ഭയങ്കര രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റോളാണ്. അതിനെപ്പറ്റി ഒരു മനുഷ്യനോടൊന്നും പറയരുതെന്ന് വിനീത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യനോടൊന്നും ഞാൻ പറയുന്നില്ല. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഷാനുക്ക, ആദ്യ കോൺസേർട്ട് ദുബൈയിൽ വെച്ച് നടക്കാൻ പോവാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ കണ്ടത് വിനീതേട്ടൻ്റെയാണ്. അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞത് 10-18 വർഷമായിട്ടുള്ള സൗഹൃദമാണ് നിങ്ങൾ തമ്മിൽ. അതിൽ ഷാനുക്ക ഈ സ്റ്റുഡിയോ മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരാണ്. കുറേ വർഷമായിട്ട് ഷാനുക്കയോട് പറയുന്നു പുറത്തൊരു ലൈവ് കോൺസേർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ട് നടത്തുന്ന ഒരു കോൺസേർട്ടാണ്, ലൈവ് കോൺസേർട്ടാണ്. എന്ത് പറ്റി ഇത്തിരി വൈകാൻ? എന്ത് പറ്റി ഇത്ര വൈകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ധൈര്യമില്ലായിരുന്നു, പേടിയായിരുന്നു. എനിക്ക് ഓഫ്കോഴ്സ് ഈ പുറത്തുള്ള കോൺസേർട്സും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി എനിക്കും ചെയ്യണം എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ വിനീതിനോടൊക്കെ ഐഡിയ ഷെയർ ചെയ്തപ്പം വിനീത് നിന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ ഇത്. അപ്പം ഇപ്പോഴെങ്കിലും നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. പിന്നെ എനിക്കൊരു ഒരു സ്ട്രോങ് ടീം കൂടി വേണമായിരുന്നു. ഈ വിനീതേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ദുബൈയിലേക്കുള്ള ഒരു പരിപാടിയിൽ എയർപോർട്ടിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദം ഒരുപാട് വളർന്നു. പിന്നീട് കോഫി അറ്റ് MG റോഡ് ആൽബം അങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം ആ സൈക്കിൾ സിനിമയുടെ ട്രെയിലർ മ്യൂസിക്. അപ്പോൾ ആ ട്രെയിലർ മ്യൂസിക് പിന്നീടാണ് ഷാനുക്ക ആദ്യമായിട്ട് സിനിമയിൽ ഒരു ചാൻസ് ചെയ്യുന്നത്, പട്ടണത്തിൽ ഭൂതം. അപ്പം ഷാനുക്കയുടെ ഒരു ലൈഫ് ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്സിലും വിനീതേട്ടൻ്റെ ഒരു ടച്ച് ഉണ്ട്. വിനീതേട്ടനായിട്ടുള്ള ഒരു സൗഹൃദം, അതിന്റെ മെമ്മറീസ് എങ്ങനെയാണ്? അയ്യോ, അത് ഞാൻ ഇന്ന് എന്താണോ അതിൻ്റെയൊക്കെ പിന്നിൽ അവൻ്റെ ഒരു കൈ എങ്ങനെ ഉണ്ട്. അവനോട് ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് അഡ്മിറ്റ് ചെയ്യില്ല. അവൻ പറയാം നീ നിൻ്റെ കഴിവെന്നൊക്കെ പറയും. പക്ഷെ ഉറപ്പായിട്ട് ഇപ്പോൾ ഈവൻ ഇപ്പം എൻ്റെ ഫസ്റ്റ് ആൽബം എന്ന് പറയുന്നത് റെവല്യൂഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കോഫി അറ്റ് MG റോഡൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഈവൻ ഈ ഷോയുടെ കാര്യത്തിൽ പോലും എപ്പോഴും വിളിച്ച് പിന്നെ അപ്ഡേറ്റ് ചെയ്യും. അളിയാ നീ പേടിക്കേണ്ട, നിൻ്റെ ബാൻഡ് എന്ന് പറയുന്നത് സോളിഡാണ്, അവിടെ നീ ഒരു കാര്യത്തിലും നീ ടെൻഷൻ അടിക്കാൻ വേണ്ട. അപ്പം അങ്ങനെ എപ്പോഴും ഹീസ് ഗോട്ട് മൈ ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വീഴുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരാൾ ആണ് വിനീത്. അപ്പം അത് ഒരു സൗഹൃദം എന്നും പറയാൻ പറ്റില്ല, അത് ഒരു ഫാമിലി ബന്ധമാണ്. അത് സിനിമകൾക്കൊക്കെ അപ്പുറത്തുള്ളൊരു ബന്ധമാണ് വിനീതും ഞാനും. അതുപോലെ ഷാനുക്കയുടെ 50 സിനിമകൾ പൂർത്തിയായതിന്റെ ആഘോഷം ദുബൈയിൽ വെച്ചിട്ടായിരുന്നു. ചുളുവിലായിരുന്നു, അത് വേറെ കഥ. ഞാൻ അറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അതങ്ങനെ ഒരു മിന്നൽ മുരളിയുടെ ഒരു മറ്റേ ഈ സാധനം ഉണ്ടല്ലോ ഐന്ദുബായ്. അപ്പോൾ ഐന്ദുബായുടെ മേലെ ഇതിങ്ങനെ മിന്നൽ മുരളിയുടെ ഒരു കൗണ്ട് ഡൗൺ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നീതു. അപ്പോൾ നീതു ആണ് ടൊവിയോട് ഈ കാര്യം പറയുന്നത്. എനിക്ക് യാതൊരു പിടുത്തമില്ലായിരുന്നു. അപ്പോഴാണ് ടൊവി ഈ കാര്യം അനൗൺസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇത് ഷാനുക്കയുടെ 50ാമത്തെ സിനിമയാണ്. അപ്പം ഞാൻ 50ാമത്തെ സിനിമ നമ്മളിത് കൗണ്ട് ചെയ്യുന്നില്ലല്ലോ എത്രയായി. ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, എല്ലാ മെമ്മറീസും ഈ ദുബായ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ ആദ്യമായിട്ട് വിനീതേട്ടനായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് ദുബായിലായിരുന്നു. അതിന്റെ ഫസ്റ്റ് ഡേ ഓർമ്മ ഞാൻ ഓർമ്മിക്കുന്നില്ല. അന്ന് ചെറിയ കൂവലൊക്കെ കിട്ടി. നല്ല കൂവൽ. അപ്പൊ അതിലുള്ള പ്രതികാരമാണോ ഫസ്റ്റ് കോൺസേർട്ട് എന്നെ ദുബായിൽ വെക്കാനുള്ള ഒരു? ഇല്ല, അതിന്റെ പ്രതികാരം അതിന്റെ അടുത്ത ദിവസം തന്നെ കൊടുത്തായിരുന്നു. അടുത്ത ദിവസം നല്ല റെസ്പോൺസ് ആയിരുന്നു. ദാസേട്ടൻ വരെ സ്റ്റേജിൽ കയറിയിട്ട് നമ്മളെ പറ്റി നല്ലത് പറഞ്ഞു. അപ്പം പിന്നെ തലേന്നത്തത്
പിറ്റേന്ന് ബാലൻസ് ആയി. പണ്ടത്തെ ആൽബം പാട്ടുകൾ വല്ലാത്തൊരു നൊസ്റ്റല്ലേ. ഇപ്പം കൈരളി വീലെ ഡ്യൂ ഡ്രോപ്സ് ഒക്കെ കാണാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ പിന്നെ അതിൽ ഇപ്പം കൈരളി വീലെ ഡ്യൂ ഡ്രോപ്സ്, അതുപോലെ ഏഷ്യാനെറ്റ് പ്ലസിലെ മിസ്റ്റ്, ഈ 2 പ്രോഗ്രാംസ് ആയിരുന്നു ആ സമയത്ത് ആൽബംസ് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ഇത്. നമ്മൾ ഇതിനു വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, നമ്മുടെ പാട്ട് വരുന്നുണ്ടോ, ഈ എപ്പിസോഡിൽ നമ്മുടെ പാട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കും. പിന്നെ അതുകൂടാതെ ആ സമയത്ത് ഈ ACV കേബിൾ നെറ്റ്വർക്കിൽ നമ്മളിങ്ങനെ ഡയൽ ചെയ്തിട്ട് നമ്മുടെ പാട്ടുകൾ വരുത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാനും എൻ്റെ മമ്മിയും ഫുൾ ടൈം തന്നെയായിരുന്നു നമ്മുടെ പാട്ടുകൾ മാത്രം ഡയൽ ചെയ്ത് സ്ക്രീനിലൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഓർമ്മകളാണ് അതൊക്കെ. പിന്നീട് ഷാനുക്കയുടെ ഒരു വൈറൽ പാട്ടുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിന്റെ അൽഗോരിതം പഠിച്ചതാണോ അതോ ജനങ്ങളുടെ മനസ്സിന്റെ അൽഗോരിതം പഠിച്ചതാണോ? എല്ലാ പാട്ടും വൈറലാണ്. അതൊരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഇതിൻ്റെ 2 സൈഡും നമ്മൾ കണ്ടിട്ടുണ്ട്. പാട്ടുകൾ ഫ്ലോപ്പ് ആവുന്നതും കണ്ടിട്ടുണ്ട്, പാട്ടുകൾ ഹിറ്റാവുന്നതും കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ പലവട്ടം റിലീസായ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വിനീതിൻ്റെ ലാപ്ടോപ്പിൽ നിന്നാണ് പലവട്ടം ആദ്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണേ. എന്നിട്ട് ആ വിൻഡോസ് ലാപ്ടോപ്പിൽ F5 ആണ് റിഫ്രഷ്. അപ്പോൾ നമ്മളിത് F5 ഇങ്ങനെ ഞെക്കി ഇങ്ങനെ റിഫ്രഷ് ആയിട്ട് അതിങ്ങനെ 50 വ്യൂസ്, 100 വ്യൂസ് എന്നൊക്കെ, ആ 100 വ്യൂസിൽ സന്തോഷം കണ്ടെത്തിയ ആളുകളാണ് നമ്മൾ. കാരണം 100 വ്യൂസ് അണിയാ 100, എന്നിട്ട് 1000 വ്യൂസ് എന്നൊക്കെ പറഞ്ഞ പിന്നെ സെലിബ്രേഷനാണ്. ജിമിക്കി കമ്മലിൽ ഇതുവരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വ്യൂസ് എന്ന് പറയുന്നത് 111 മില്യൺ വ്യൂസ് ആണ്. അപ്പം ഷാനുക്ക് ആ പാട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഷാനുക്ക് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാവരും ഈ പാട്ട് പാടണം, അത്രയും സിമ്പിൾ ആയിരിക്കണം ഈ പാട്ടുള്ളത്. പക്ഷേ മലയാളികളല്ല, ഇന്ത്യക്കാരല്ല, എല്ലാ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആളുകളും ആ പാട്ട് പാടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഇതിൽ ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷനും ഉണ്ട്, അതുപോലെ കൃത്യസമയത്ത് എടുത്ത ചില ഡിസിഷൻസും ഉണ്ട് ജിമിക്കി കമ്മലിൻ്റെ പുറകിൽ. ഇപ്പം ഫസ്റ്റ് ബെന്നി പി നായരമ്പലം ആ പടത്തിൻ്റെ റൈറ്റർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഷാനേ നായരമ്പലം പറഞ്ഞു ഷാനേ. അപ്പം ബെന്നി പി നായരമ്പലത്തിൻ്റെ മകള് അന്നാബൻ്റെ സിസ്റ്റർ അപ്പം ബെന്നി ചേട്ടൻ എന്നോട് പറഞ്ഞു, ഷാന ഇവർ ഈ കോളേജിൽ പാടി നടക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എൻ്റെ അപ്പൻ കട്ടുകൊണ്ടുപോയി, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്ത്, പറ്റെങ്കിൽ ആ മീറ്ററിൽ ഒന്ന് കമ്പോസ് ചെയ്തോ, ആ വരികൾ ഒരിക്കലും എടുക്കരുത് എന്നാണ്. അപ്പോൾ ആ മീറ്ററിലാണ് ആദ്യത്തെ 4 വരി കമ്പോസ് ചെയ്തു. ബാക്കി ട്യൂണൊക്കെ ഉണ്ടാക്കി അനിൽ പനച്ചൂരാൻ, അനിലേട്ടൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അനിലേട്ടനാണ് അതിൻ്റെ വരികളൊക്കെ എഴുതിയത്. അപ്പോൾ അനിലേട്ടൻ വരികൾ എഴുതുന്നതിന് മുമ്പ് ഞാൻ ലാലുവേട്ടനോട് ഞാൻ പറഞ്ഞു ലാലുവേട്ട, ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്, നമുക്ക് എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ അത് ആസിറ്റസ് ആ വരി വെക്കാം, ബാക്കി അത് പുറത്തിറങ്ങിയാൽ അത് എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ അപ്പം ലാലുചേട്ടൻ പറഞ്ഞു, നീ അത് അതാണ് വേണ്ട. ഞാൻ പറയില്ല കേട്ടോ, അത് അടിപൊളിയായിരിക്കും. അപ്പം അങ്ങനെ ലാലുചേട്ടനെ ഞാൻ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നിട്ട് ബാക്കി വരികളാണ് അനിലേട്ടൻ എഴുതിയത്. അപ്പോൾ ഈ ആട്ടിൻ്റെ കുറച്ച് പുറത്ത് കാഴ്ചകളും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ആയിക്കോട്ടെ. ഷാനുക്ക്, അപ്പോൾ എങ്ങനെയുണ്ട് ഈ ദുബായ് മറീനിലുള്ള യാത്രയൊക്കെ? അയ്യോ, എനിക്ക് ഓർമ്മ വരുന്നത് 2 വർഷമല്ല, കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ എൻ്റെ ബർത്ത്ഡേ ഇതുപോലെ ജീവയും അപർണയും ജോയലും നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി ഒരിക്കൽ ഒരു സർപ്രൈസ് പാർട്ടിയായിരുന്നു ഈ പിന്നെ ഒരു യോട്ടിൽ. അപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് ഭയങ്കര രസമുള്ള, ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. കേട്ടു കേക്കൊക്കെ ഒരു വഴിക്ക് പോയി, കേക്ക് ഒരു വഴിക്ക് പോയി, നമ്മൾ വേറെ വഴിക്ക് പോയി. ഒരു പ്രശ്നമാണ്. വേവ് ഡെഫിനറ്റ്ലി ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ അതുപോലെ എൻജോയ് ചെയ്തൊരു ടൈം ഉണ്ടായിട്ടില്ല. അടുത്തെങ്ങനെ തലശ്ശേരി പോയിനോ? ഞാൻ തലശ്ശേരിയിൽ ആക്ച്വലി പോയിട്ട് കുറേ നാളായി. ഞാൻ കോഴിക്കോടാണ് ഇപ്പം നമ്മളെല്ലാവരും സെറ്റിൽഡ്. പക്ഷേ ഞാൻ കൊച്ചി സെറ്റിൽഡ്. പക്ഷേ ഞാനിപ്പോൾ ഈവൻ കോഴിക്കോടേക്ക് തന്നെ പോയിട്ട് നാളുകൾ കുറേ. ഇപ്പോൾ കോഴിക്കോടാരൊക്കെ എന്നെ കാണാൻ വേണ്ടി, എൻ്റെ ഡാഡി മമ്മിയൊക്കെ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കാണാം. ഈ തലശ്ശേരിയിൽ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു 3 കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നെന്തായാലും ഡെഫിനറ്റ്ലി ഫുഡാണ്. ബാക്കി 2 കാര്യം അല്ല, എനിക്ക് ഭയങ്കര നൊസ്റ്റുള്ളൊരു സ്ഥലമാണ് തലശ്ശേരി. ഞാൻ ഇടയ്ക്ക് ഈ രാത്രി ഭയങ്കര എന്തെങ്കിലും കാരണം വെച്ച് മൂഡ് ഔട്ടൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ നേരെ തലശ്ശേരി വീഡിയോസ് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ കാണുന്ന 2 സംഭവങ്ങൾ, ഒന്ന് ദുബായ് വീഡിയോസ്, അല്ലെങ്കിൽ ഒന്ന് തലശ്ശേരി വീഡിയോസ്. അപ്പോൾ തലശ്ശേരി ഇപ്പോൾ OV റോഡാണെങ്കിലും ലോഗൻസ് റോഡാണെങ്കിലും പഴയ സ്റ്റാൻഡ്, പുതിയ സ്റ്റാൻഡ്, എനിക്ക് ഇവിടെ എല്ലാം മെമ്മറീസാണ്. കാരണം ഞാൻ പിന്നെ ഫസ്റ്റ് സ്കൂട്ടർ ഓടിച്ച് തുടങ്ങി സ്കൂളിൽ, പിന്നെ മറ്റേ BMB ഹൈസ്കൂളിൽ
ഞാൻ പോയിട്ട് പിന്നെ സ്കൂട്ടർ കൊണ്ട് ഷോ ഓഫ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് സ്കൂട്ടർ മാറി ബൈക്കായി, ബൈക്ക് മാറി ഒരു മാരുതി 800 ആയി. അപ്പോൾ മൊത്തത്തിൽ ദുബായ് ആയിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്? ഇപ്പം എല്ലാ പ്രധാനപ്പെട്ട സാധനങ്ങളും നടന്നത് ദുബൈയിലാണ്, എല്ലാം എന്ന് പറയുന്നില്ല, എന്നാലും പ്രധാനപ്പെട്ട സംഗതികളൊക്കെ നടന്നത് ദുബൈയിലാണ്. ഇപ്പോൾ ഫസ്റ്റ് കോൺസേർട്ട് നടക്കുന്നത് ദുബൈയിലാണ്. അല്ല, ദുബായ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹോം. ഞാൻ പഠിച്ചത് റാസൽ ഖൈമയിലാണ്, ഇന്ത്യൻ ഹൈസ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ വെക്കേഷൻസിന് നമ്മളിങ്ങോട്ടേക്ക് വരാറുണ്ട്. അപ്പം നമ്മുടെ ഒരു ഹോം ടൗൺ എന്നുള്ള രീതി. കാരണം ഞാൻ കണ്ടൊരു ദുബായ് എനിക്ക് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ട സമയത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ക്ലോക്ക് ടവറാണ്. ക്ലോക്ക് ടവറും പിന്നെ അൽഗുറേർ സെൻ്ററൊക്കെ ആയിരുന്നു. പിന്നീടാണ് ഇങ്ങനെയുള്ളൊരു ദുബായ്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷന് ഞാൻ നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഹോം ടൗണിൽ നമ്മുടെ ഒരു കോൺസെർട്ട് ഓപ്പണപ്പ് ചെയ്യാന്ന് പറയുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഇത് നടക്കുന്നത് സബീൽ പാർക്കിലാണ്. അപ്പോൾ സബീൽ പാർക്കിലും ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് സബീൽ പാർക്കിലാണ്. അപ്പോൾ അങ്ങനെ ഇമോഷണലി ഒരു ഭയങ്കര കണക്റ്റുള്ളൊരു സ്ഥലമാണ്. ടോവിനോയായും അതുപോലെ തന്നെ ബേസിലായിട്ടും 1-2 സിനിമകളൊക്കെ ചെയ്തു. നല്ല സുഹൃത്തുക്കളാണ് നിങ്ങളെ. ഇവരെ കുറിച്ചുള്ള ഓർമ്മകൾ പറയാൻ വന്നാൽ ഏറ്റവും മറക്കാനാവാത്തൊരു ഓർമ്മ പെട്ടെന്ന് വരുന്നത് എന്തായിരിക്കും? മറക്കാനാവാത്ത ഓർമ്മ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഉയിരെ കേട്ടിട്ട് ബേസിൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് കരഞ്ഞു. എന്തൊരു പാട്ടായത് എന്നും പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ മറ്റൊരു അത്ഭുതം ഇതായിരുന്നു, ആ പാട്ട് ഫസ്റ്റ് പുറത്തിറക്കിയപ്പോൾ അത് ആർക്കും വർക്കായില്ല. കാരണം ലിറിക് വീഡിയോ വന്നപ്പം പിന്നെ ആ പാട്ട് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര മെൻ്റൽ സ്ട്രെസ് തന്നൊരു പാട്ടാണത്. കാരണം ബേസി എന്നോട് അതിൻ്റെ ഒരു ഇൻപുട്ട് തന്നതെന്ന് വെച്ചാൽ, ഷാനക്ക ഇവരുടെ സ്നേഹം കാണിക്കാൻ ഈ ഒരു 4-5 മിനിറ്റേ ഉള്ളൂ. കാരണം ഈ പാട്ടിൻ്റെ ബിഗിനിങ്ങിൽ ആ ലേഡി ഷിബുയുടെ സ്നേഹം ആക്സെപ്റ്റ് ചെയ്യുന്നു, പാട്ടിൻ്റെ എൻഡിൽ ആ ലേഡി മരിക്കുന്നു. അപ്പോൾ അവരുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആ ലേഡി ഈ പുള്ളിയെ തള്ളി പറയുന്നു, തള്ളി മാറ്റുന്നു. അപ്പോൾ ഈ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ അവരുടെ സ്നേഹം ഡിഫൈൻ ചെയ്യുന്ന പാട്ട്. എന്നിട്ട് ഇത് പറഞ്ഞ് അപ്പോൾ ശരി ഷാനക്ക എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോയി. എന്നാൽ ഇത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ലോകം കേട്ടുകൊണ്ടിരിക്കുന്ന ഉയരയുടെ ഒരു 9ാമത്തെ വേർഷനാണ്. ഷാനിക്കയുടെ കരിയറിലെ ബെസ്റ്റ് പാട്ടുകളിൽ ഒന്നായിരുന്നു ഉയരെ. അതുകൊണ്ടാണോ ഇപ്പം ആദ്യമായിട്ട് നടത്താൻ പോകുന്ന കോൺസേർട്ടിനും ഉയരെ എന്നുള്ള പേര്? അതെ 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 ഉറപ്പായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഉയരെ പോലത്തെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പാട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ആ സെയിം ആ ബാക്ക് സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഭയങ്കര ചാലഞ്ചിങ് ആണ്. ഞാൻ എൻ്റെ ആദ്യത്തെ ഷോക്ക് കൊടുക്കുന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഐ വാണ്ടഡ് സംതിങ് ബ്യൂട്ടിഫുൾ. വിനീതേട്ടൻ്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പം ധ്യാനിന്റെ കാര്യത്തിലേക്ക് കടന്നാൽ തിര മുതൽ ഇങ്ങോട്ട് കപ്പ്യാര കൂട്ടമണി ആയാലും ഒരുപാട് സിനിമകൾ ധ്യാനമായിട്ട് ചെയ്തു. അപ്പം അതിൽ ഇപ്പം തുടക്കത്തിൽ ഇപ്പം ധ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ ധ്യാൻ തല്ലിപ്പൊളിയായിരുന്നു എന്നുള്ളത് ഇന്റർവ്യൂകളിൽ ധ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ വിനീതേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഷാൻ ചേട്ടൻ. അപ്പം ആ സമയത്ത് ഇങ്ങനെ നിങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ ഇതൊരു ടോപ്പിക് ആയിട്ടുണ്ടോ ഈ ധ്യാനിൻ്റെ ഇതൊക്കെ? ഉറപ്പായിട്ടും അതൊക്കെയാണ്. നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിനേക്കാളും ഉപരി നമ്മളൊരു ഫാമിലി ആയിട്ടാണ് തുടക്കം തൊട്ട് ആൽബം ഡേയ്സ് തൊട്ട്. പക്ഷേ ആ സമയത്ത് കുറച്ച് പിന്നെ ഇമ്മച്ചുവറായ ധ്യാൻ. പക്ഷെ ഇപ്പോൾ ആണെങ്കിലും മെച്ചൂരിറ്റിയുടെ പിന്നെ തലതൊട്ടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ധ്യാൻ. പക്ഷെ ആ ഒരു ചേഞ്ച് ഭയങ്കര രസമാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ സിനിമയുടെ പല ഭാഗങ്ങളും ഞാൻ കണ്ടു. അത് ധ്യാൻ ഒരു രക്ഷയില്ല. ധ്യാൻ ഒരു എന്താ പറയുക, ഒരു ധ്യാൻ വേർഷൻ 2.0 എന്ന് വേണമെങ്കിലും പറയാം. അത്രയും ഗംഭീരമായിട്ടാണ് ധ്യാൻ അതിൽ ചെയ്തിരിക്കുന്നത്. ഞാനുണ്ടതിൽ ഞാൻ ഗംഭീരമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ കണ്ടു. ഞാൻ അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഉയരയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പ്രിപ്പറേഷൻ എത്ര ടൈം എടുത്തു ഷാനിക? ഇത് ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു 8-9 മാസം മുന്നേ ആണ് ആദ്യത്തെ ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ ആ 8-9 മാസം കഴിഞ്ഞ് നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് കാരണം കോറായിട്ടുള്ള ഒരു 60 സോങ്സാണ് നമ്മുടെ മുമ്പിൽ വന്നത്. ആ 60 സോങ്സിൽ നിന്ന് എങ്ങനെ കുറച്ച് ഒരു 10-30 പാട്ട്, 35 പാട്ടിലേക്ക് എത്തിക്കാം എന്നുള്ളതായിരുന്നു. ഞാൻ എൻ്റെ ചുറ്റുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു 3 hour ഷോ നടത്തണമെങ്കിൽ എത്ര പാട്ട്? 25 പാട്ട് മതി. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 35 പാട്ടുകളോളം ഉണ്ട്. പ്രത്യേകിച്ച് കോൺസേർട്ടിൻ്റെ ഒരു ലൈനപ്പ് എന്ന് പറയുന്നത് ഗംഭീര ലൈനപ്പാണ്, ഗംഭീര ആർട്ടിസ്റ്റാണ് എല്ലാവരും. അപ്പോൾ ആക്ച്വലി ഫാൻസൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ
ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു, അതായത് സ്റ്റേജിനെ അങ്ങ് ഇളക്കി മറിക്കും തോന്നുന്നൊരു സോങ്, ഒരു സോങ് പറഞ്ഞ ഏതായിരിക്കും? ഇളക്കി മറിക്കുന്ന ഇപ്പം ജിമിക്കി ഉണ്ട്, കൊടുക്കുന്നുണ്ട്, എല്ലാം നിങ്ങളിപ്പോൾ കേട്ടിരിക്കുന്ന ഒരു ജിമിക്കി അല്ല കേൾക്കാൻ പോണത്, കേട്ട കൊടുക്കുമല്ല കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇളക്കി മറിക്കുന്നതാണ്. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ആകെ പറയാവുന്നൊരു കാര്യം, ആരും ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് മടങ്ങില്ല. അപ്പം ഹോപ്പ്ഫുള്ളി എല്ലാം നല്ലതായിട്ട് വരും. ഇതിലുള്ള മറ്റുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലിപ്പം വിനീതാണ് പട്ടിപ്പണി എടുക്കാൻ പോണത്. ഇതിനകത്ത് ഇതിനൊക്കെ ഇഷ്ടംപോലെ പാട്ടുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് സിത്താരുണ്ട്, ഗൗരി ലക്ഷ്മി, ഹരിശങ്കർ, സയനോറ, ശ്രീജിഷ്, കാവ്യാജിത്ത്, പിന്നെ അരവിന്ദ് വേണുഗോപാൽ, അങ്ങനെ സച്ചിൻ വാര്യർ, അങ്ങനെ ഒരു വലിയൊരു ലൈനപ്പ് ഉണ്ട്. ഇതിൽ മിക്കവരുടെയും ഫസ്റ്റ് പാട്ട് ഞാൻ കൊടുത്തതാണ്. സച്ചിനാണെങ്കിലും കാവ്യാജിത്താണ്, ശ്രീജിഷ്. അപ്പോൾ അങ്ങനെ അതും ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും പരിപാടി അടിപൊളിയാവട്ടെ. എല്ലാവരുടെ ആശംസകൾ. താങ്ക് യു. ഉയരെ പോലെ തന്നെ ആവട്ടെ. താങ്ക് യു.